അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഇരട്ട തീരുവ പ്രഹരമാകുമോ? മുൻപെങ്ങും കേട്ടുകേഴ്വിയില്ലാത്ത വിധത്തിൽ വരുന്ന ട്രംപൻ നയങ്ങൾ ആഗോള തലത്തിലുണ്ടാക്കുന്ന ആശങ്ക ചില്ലറയല്ല. എന്നാൽ ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികളടക്കം അതിജീവിക്കുമെന്ന സൂചന നൽകി ഇന്ത്യയുടെ ആദ്യപാദ GDP 5 പാദങ്ങളിലെ ഉയർന്ന നിരക്കായ 7.8%-ലെത്തിയിരിക്കുന്നു. എന്നിരുന്നാലും വരും പാദത്തിൽ വളർച്ച കുറയുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ തൊഴിൽ നഷ്ടം പല മേഖലകളിലും വന്നേക്കുമെന്നും വിദഗ്ധർ പറയുന്നു. എന്നാൽ മറുവാദങ്ങളുമുണ്ട്. ഇന്ത്യക്കിട്ട് ട്രംപ് നൽകിയ പണി ആനയെ ഏലക്ക കൊണ്ടെറിയും പോലെ ഉള്ളെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. അങ്ങനെ ചക്കിന് വെച്ചത് കൊക്കിനു കൊള്ളുമോ? പിഴയായി ട്രംപ് ഏർപ്പെടുത്തിയ തീരുവ ഇന്ത്യക്ക് അവസരങ്ങളുടെ വാതായനങ്ങൾ തുറക്കുമോ? ഉർവശി ശാപം ഉപകാരമാകുമോ? പണി തന്നോ തീരുവ? ഇന്നത്തെ എന്റെ അതിഥികൾ അമിറ്റി ഗ്ലോബൽ ലോജിസ്റ്റിക്സ് പ്രസിഡന്റ് പീറ്റർ ജോർജ്, ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന സണ്ണി വാളിപ്ലാക്കൽ, ഗ്രേറ്റ് സപ്ലൈ MD വർഗീസ് കുര്യൻ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ പീറ്റർ ജോർജിലേക്കാണ്. ശ്രീ പീറ്റർ ജോർജ്, ട്രംപ് ഏർപ്പെടുത്തിയ ഈ 50% തീരുവ, ഇരട്ട തീരുവ എന്ന് നമ്മൾ വിളിക്കുന്നു, ഒരു 25% അടിസ്ഥാന തീരുവയും പിന്നീട് ഒരു പിഴ എന്ന രീതിയിൽ അങ്ങനെ വിളിക്കാനാകാത്തത് കൊണ്ട് ഒരു ദ്വിതീയ തീരുവയും ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മൊത്തം 50%, ഏറ്റവും അധികം തീരുവ ചുമത്തപ്പെട്ട 2 രാജ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു തീരുവ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. ഏതൊക്കെ മേഖലയിലായിരിക്കും അതെന്ന് താങ്കൾ കരുതുന്നു? ഈ തിരുവ ടാക്സ് ഇപ്പൊ കൊണ്ടുവന്നേക്കുന്ന ആസ് ഓഫ് നൗ ഇനിഷ്യലി ഇട്ട 10% ആണ് ആസ് ഓഫ് ടുഡേയും പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് CBP വന്ന കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനിൽ നിന്ന് വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനി ഷിപ്സ്, എനി വെസൽ, അതായത് ഓഗസ്റ്റ് 27 ശേഷം ഇന്ത്യയിൽ നിന്ന് സെയിൽ ആയിട്ടുള്ള ഷിപ്സിലുള്ള കാർഗോയ്ക്ക് 10% ആണ് ഇപ്പോഴും. ദാറ്റ് വിൽ ബി ആപ്ലിക്കബിൾ അൺടിൽ 17th of September. അതായത് 17th September, ഇനി ഒരു 19-20 ഡേയ്സും കൂടെ ഈ 10% ആണ് റെസിപ്രോക്കൽ ടാരിഫ്. പ്ലസ് ആ കമോഡിറ്റിക്കുള്ള എക്സിസ്റ്റിംഗ് ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ അതും. 17th സെപ്റ്റംബറിന് ശേഷം അപ് ടു October 15th അഡീഷണൽ ഒരു 25% വരും. ഈ ടാരിഫ് മെയിനായിട്ട് ട്രംപ് പറഞ്ഞേക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയില് വാങ്ങുന്നത് നിർത്താത്തതുകൊണ്ടാണ് ആ 25% ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പം 17th സെപ്റ്റംബറും October 15നും ഇടയിൽ US ലാൻഡ് ചെയ്യുന്ന കാർഗോയ്ക്ക് ഇനിഷ്യലി ഉള്ള റെസിപ്രോക്കൽ ടാരിഫ് 10% പ്ലസ് 25% പ്ലസ് വാട്ട് എവർ ആക്ച്വൽ ഡ്യൂട്ടി. ഇപ്പൊ ചില കമോഡിറ്റിക്ക് ഡ്യൂട്ടി ഇല്ല, ചില കമോഡിറ്റിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ആ ഡ്യൂട്ടി എത്രയാന്ന് വെച്ചാൽ അത് പ്ലസ് 25%. പിന്നെ ചില കമോഡിറ്റീസ് ഉണ്ട്, റൈസ് പോലുള്ള കമോഡിറ്റീസിന് 11% ഓൾറെഡി ഡ്യൂട്ടി ഉണ്ട്. യു ക്യാൻ കോൾ ഇറ്റ് ആന്റി ഡംപിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അതും അതിന്റെ കൂടെ വരും. അതിനുശേഷം എനിത്തിങ് arriving US after October 15th ഈ 25ഉം 10ഉം മാറി 50% വരും. സോ ആ 50% ഫുൾ 50% കിക്ക് ഇൻ ചെയ്യുന്നത് എനി ഷിപ്പ് അറൈവിംഗ് ഓൺ ഓർ ആഫ്റ്റർ October 15th. പ്ലസ് ഈ ഇതിന്റെ കൂടെയുള്ള ചില കമോഡിറ്റീസ്, ഇപ്പൊ സ്റ്റീലിന് വേറെ ടാരിഫ് ഉണ്ട്, സ്റ്റീൽ അലൂമിനിയം പ്രോഡക്ട്സ് റൈസിന്. പിന്നെ ഇതിന്റെ കസ്റ്റംസിന്റെ വേറെ 2-3 ചെറിയ ഫീസുകളുണ്ട്, മെർച്ചൻഡൈസ് പ്രോസസിംഗ് ഫീ, ഹാർബർ മെയിൻ്റെനൻസ് ഫീ. അതെല്ലാം കൂടെ ഒരു 2-3% വരും. അപ്പൊ അതും അതിന്റെ കൂടെ വരും. അതിന്റെ കൂടെ ആണ് ഈ പിന്നെ ഒബ്വിയസ്ലി ഷിപ്പിംഗ് ചാർജസ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു 50-60% ഒരു കാർഗോയുടെ മേളിൽ എന്ത് കമോഡിറ്റിയിലും കയറും. അതപ്പം ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ഗോയിങ് ടു എഫക്ട് ദി കോമൺ പീപ്പിൾ ഇൻ ഇന്ത്യ. പിന്നെ അത് മാത്രമല്ല, US മാർക്കറ്റ് സപ്ലൈ ചെയ്യുന്ന നമ്മുടെ എക്സ്പോർട്ടേഴ്സിനും അതൊരു വലിയ അടിയായിരിക്കും. പക്ഷെ ഞങ്ങള് ആസ് എ ഫ്രൈറ്റ് ഫോർവേഡർ നമ്മുടെ
വോളിയം കുറയുന്നില്ല. സാധനങ്ങൾ വരുന്നുണ്ട്. ബട്ട് ഇനിഷ്യലി എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ PM ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്? ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് ദേ ഗെറ്റ് എ എക്സ്പോർട്ട് റിബേറ്റ്. അപ്പം ഇവിടെ 40% കൊടുക്കുമ്പം ഇന്ത്യ ഗവൺമെന്റ് മേ ടെൽ ദി എക്സ്പോർട്ടേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ദേ വിൽ ഇൻക്രീസ് ദെയർ എക്സ്പോർട്ട് റിബേറ്റ്. ഇന്ന് 20% കിട്ടുന്നുണ്ടെങ്കിൽ നാളെ അത് 40% കിട്ടും. അങ്ങനെ മാത്രമേ ഇന്ത്യക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ഉള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പം കാരണം അവിടുന്ന് ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ ഡ്യൂട്ടി കൊടുത്താൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ ഒരു 75% എങ്കിലും ആ എക്സ്പോർട്ടറിന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് എമൗണ്ട് ഹീ ക്യാൻ ട്രാൻസ്ഫർ ടു ദ ബയർ ഇൻ ദ US. അതുകൊണ്ടായിരിക്കണം ഇന്ത്യ ഗവൺമെന്റ് ഇത്ര സ്ട്രോങ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്. ആൻഡ് പ്ലസ് ആസ് യു ക്യാൻ സീ ഹീസ് ഗോയിങ് അറൌണ്ട് ദ വേൾഡ് ആൻഡ് ലുക്കിംഗ് ഫോർ അതർ മാർക്കറ്റ്സ് ലൈക്ക് ജപ്പാൻ, ഫാർ ഈസ്റ്റ് കൺട്രീസ് എല്ലാം പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും മറ്റൊരു രാജ്യം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയൊക്കെ ചോദ്യം ചെയ്ത് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇന്ധനം അല്ലെങ്കിൽ ഊർജ്ജം വാങ്ങിക്കുന്നു എന്ന പേരിൽ ഒരു ഇരട്ട തീരുവയൊക്കെ ചുമത്തുക എന്നൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ എത്ര നഷ്ടമുണ്ടെങ്കിലും ഒരു പരമാധികാര സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിന് അത് സമ്മതിച്ചു കൊടുക്കാനാവില്ല. അതുതന്നെയാണ് ഇന്ത്യയുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. അതേസമയം തന്നെ പാരലലായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ്സ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കയറ്റുമതിക്കാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കാനുള്ള നടപടികൾ ഇന്ത്യൻ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ത്യയുടെ ഒരു നീക്കം. അതിന് സംശയമില്ല, അതിന് തർക്കമില്ല. ശ്രീ സണ്ണി വാളിപ്ലാക്കൽ അങ്ങൊരു ഇമ്പോർട്ടർ ആണല്ലോ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പ്രശ്നമുണ്ടാകും എന്ന വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ആഗോള പ്രതിസന്ധികൾക്കെല്ലാം ഇടയിലാണ് ഇന്ന് ഇന്ത്യയുടെ GDP നമ്പർ വന്നിരിക്കുന്നത്. അതിശയിപ്പിക്കുന്ന വിധത്തിൽ എല്ലാ പ്രവചനങ്ങളെയും അപ്രസക്തമാക്കുന്ന വിധത്തിലാണ് 7.8 കഴിഞ്ഞ 5 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ്. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായിട്ടാണ് ഇന്ന് ഇന്ത്യ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നൊരു സൂചന അത് നൽകുന്നുണ്ട്. എന്നാൽ വരുന്ന പാദത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെന്ന് പറയുന്നു. അത് താൽക്കാലികമാണെന്ന് പറയുന്നു. എങ്ങനെയായിരിക്കും ഈ ഒരു അമേരിക്കൻ ഇറക്കുമതിക്കാരെ ഇത് ബാധിക്കാൻ പോകുന്നത്? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യം ഞാനിവിടെ ഫുഡ് പ്രോഡക്ട്സ് അല്ല ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത് പാക്കേജിങ് ഐറ്റംസ് ആണ്. പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ പേപ്പർ പ്രോഡക്ട്സ്, അതുപോലെ മറ്റുള്ള അൺപെരിഷബിൾ ഐറ്റംസ് ആണ്. അതിന് ഇനിഷ്യലി ഞങ്ങൾ ആദ്യം ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നത് 3.25% ആണ്. ഈ കഴിഞ്ഞ ആഴ്ച വന്ന ഷിപ്മെൻറ്റ് അത് 10% ആഡപ്പായിട്ട് 14% കൊടുക്കേണ്ട വന്നു. സെപ്റ്റംബർ 17 വരെ ഉള്ളതിന് ഇപ്പോൾ അത് 25%ഓടുകൂടി നിൽക്കുമായിരിക്കും. ഇപ്പം നമ്മൾക്കിപ്പോൾ നിലവിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു സാധനം മാർക്കറ്റിൽ നമുക്ക് അതേ പഴയ പ്രൈസിനോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പല പല ഓവർ ഹെഡ് ഉണ്ട്. ഷിപ്പിംഗ് ചാർജ്, പിന്നെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൊടുക്കണം, അതിന് ശേഷം അതിന് ടാക്സ് താരിഫ് കൂടുതൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ മറ്റുള്ള ഇപ്പോൾ ഉദാഹരണമായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴും 10% ഉള്ളൂ. ഇത് കഴിഞ്ഞ വർഷം വരെ ഒമാനും US-ഉമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആണ്. ഒരു ടാരിഫും ഇല്ല. ഈ പ്രാവശ്യം മാത്രമാണ്, ഈ തവണയാണ് ട്രംപ് ഒമാന് 10% ടാരിഫ് ആക്കിയത്. അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളിൽ 10% പോലും ഇല്ല. അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റുമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം അങ്ങനെ ഒരു നമ്മളെപ്പോലുള്ള ബിസിനസ്സുകാർക്ക് ചെറിയൊരു സെറ്റ് ബാക്ക് അടിയായിരിക്കും ഈ വക കാര്യങ്ങൾ വരുന്നത്. അപ്പം അത് എത്രമാത്രം ഇത് ഭാവിയിൽ ഇത് മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് നമുക്ക് പ്രായോഗികമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ അതിൻ്റെ ചലനങ്ങൾ കണ്ടു തുടങ്ങി. സെയിൽ കുറയുന്നു, കസ്റ്റമർ പ്രൈസ് കൂടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ പാനിക്കാവുന്നു. അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന രാജ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ പ്രോഡക്റ്റ് ഇന്ത്യയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇത് സർവൈവ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
തീർച്ചയായിട്ടും പൊതുവായ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. ശ്രീ വർഗീസ് കുര്യൻ, ഇപ്പോൾ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് വൂൾഫ് പറഞ്ഞത് അമേരിക്കയുടെ ഈ പറയുന്ന നയം, ട്രംപ് വരുത്തിയ ഇരട്ടത്തീരുവെന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ഒരു സമ്പദ് വ്യവസ്ഥയെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതായത് ആനയെ എലി മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ പോയാൽ എങ്ങനെയിരിക്കും അതേപോലെയാണ് ഇന്ത്യക്ക് ഇത്തരത്തിലൊരു തീരുവ ചുമത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയെക്കാൾ ഏറെ അമേരിക്കയെ ബാധിക്കും എന്നൊരു വിവക്ഷ അതിലുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ അമേരിക്കൻ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം സാധനങ്ങൾ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെയാണ്. പല കാര്യങ്ങൾക്കും അമേരിക്ക പല രാജ്യങ്ങളെയും ഒക്കെ ആശ്രയിക്കുന്നുണ്ട്. 40% രത്നാഭരണങ്ങൾ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മറ്റൊരു വിപണി കണ്ടെത്തുക എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത് ഏത് രീതിയിലായിരിക്കും ഈ പറയുന്ന കയറ്റുമതിക്കാരെയും ഇറക്കുമതിക്കാരെയും ബാധിക്കുക? ഇപ്പം പറഞ്ഞ പോലെ ഈ സൂപ്പർ മാർക്കറ്റിൽ, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലൊന്നും നമ്മുടെ ഇന്ത്യൻ ഫുഡ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയുള്ള വാൾമാർട്ട് അതുപോലെയുള്ള അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ മുൻനിരകളിലുള്ള ബിസിനസ്സിന് ഇന്ത്യൻ ഫുഡ്സ് ഇല്ലെങ്കിൽ പോലും അവർക്ക് പ്രശ്നം ഉണ്ടാകാൻ തോന്നുന്നില്ല. അവർ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തും. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സീ ഫുഡാണ് നമ്മുടെ കൂടുതലായിട്ട് ഇന്ത്യയിൽ കയറി വരുന്നത്. അത് ഈ ടാർജറ്റ്, വാൾമാർട്ട് അതുപോലെയുള്ള വലിയ നിങ്ങളുടെ അമേരിക്ക എമ്പാടുമുള്ള പല ചെയിൻ സ്റ്റോഴ്സിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് വരും. പക്ഷെ എങ്കിലും അവര് ഈ സൗത്ത് അമേരിക്ക എന്നൊക്കെ ധാരാളം കിട്ടാനായിട്ടുണ്ട് നമ്മുടെ ഷ്രിമ്പ് കാര്യങ്ങളൊക്കെ. അപ്പൊ അവർ മറ്റു മാർക്കറ്റിലേക്ക് പോകും. പിന്നെ അത് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇമ്പോർട്ടേഴ്സ് വേണം ഇവിടുത്തെ ടാരിഫ് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഓരോ ഷിപ്മെന്റ് വരുമ്പോഴും ഈ ഇമ്പോർട്ടർ ഇത് അപ്ഫ്രണ്ട് പേയ്മെന്റ് നടത്തണം ഇതിനകത്ത്. അതിപ്പോ അദ്ദേഹത്തിന് ഇപ്പം പുള്ളി ന്യൂജേഴ്സി എന്ന് പറഞ്ഞ മാതിരി ഇപ്പം അത്രയും കൂടെ ഇപ്പം $100,000 ഇതിനു മുമ്പ് നമ്മൾ സീ ഫുഡിന് ഇതിന്റെ എല്ലാം ഫ്രീ ആയിരുന്നു. ഇതിന് ടാക്സ് ഒന്നും ഇല്ലായിരുന്നു. ഒരു ജസ്റ്റ് അതിന്റെ ഈ മർച്ചൻഡൈസ് ഫീസ് അല്ലെങ്കിൽ പോർട്ട് ഹാൻഡ്ലിംഗ് ഫീസ് അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പൊ അതിന് ഫ്ലാറ്റ് 10% വരികയാണ്. അപ്പൊ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഒരു ഇമ്പോർട്ട് ചെയ്യാണ് ഒരു ഞാൻ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഈ അമേരിക്കൻ വാൾമാർട്ട് അങ്ങനെയുള്ളതിലേക്ക് നമുക്ക് ബിസിനസ് ഇല്ല. ഞങ്ങൾ പ്യൂർലി ഒരു സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിലാണ് ഞങ്ങളുടെ ബിസിനസ് ഉള്ളത്. അപ്പൊ അതിന്റെ ബേസിസിൽ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരണം. ഇപ്പം $100,000 വരുവാണെങ്കിൽ അതിന് $12,000 നമ്മൾ അഡീഷണൽ കൊണ്ടുവരണം. അങ്ങനെ ഒരാൾ ഒരു 10-20 കണ്ടെയ്നർ ഞങ്ങളൊക്കെ ഒരു സ്മോൾ സ്കെയിലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു 15-20 കണ്ടെയ്നർ പെർ മന്ത് വരുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ക്യാപിറ്റൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരണം. അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. പിന്നെ നമ്മുടെ മാർക്കറ്റിലെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒത്തിരി ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പം ഈ അമേരിക്കൻ മാർക്കറ്റിൽ അങ്ങനത്തെ അത്രയും വലിയ ക്രെഡിറ്റ് പരിപാടി ഇല്ല. അപ്പൊ നമുക്ക് അത്രയും പൈസ കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പം നാട്ടിലുള്ള സപ്ലയേഴ്സും അവർക്ക് ഇപ്പം ക്രെഡിറ്റ് പരിപാടിയല്ല അവർ നിർത്തി. മെയിൻ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം അവർക്ക് ക്യാഷ് ഓൺ ഓൾറെഡി ചില കമ്പനിക്കാർക്ക് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കണം. ചില ആൾക്കാർക്ക് അറൈവലിൽ പേയ്മെന്റ് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് ബാധിക്കുന്ന ഇവിടെയുള്ള ഇമ്പോർട്ടേഴ്സിനാണ് ബാധിക്കുന്നത്. ഇപ്പം നാട്ടിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇപ്പം പറയാണ് ഞങ്ങൾ ഒരു 150,000 ഇപ്പം സീ ഫുഡിനൊക്കെ $150,000-$200,000 ആണ് ഓർഡർ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെൻഡിങ്ങിലായി പോകും. ഇപ്പം പറയും തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യും. ഇത് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ സാധനങ്ങൾ ഓൾറെഡി ഒരു പ്രോസസ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഹോൾഡ് ചെയ്യാന്ന് പറയുമ്പം അതിനോട് ബന്ധപ്പെട്ട് ജോലിക്കാർ നമ്മുടെ പേയ്മെന്റ് ചെന്നാലേ ഉള്ളൂ അവരുടെ കാര്യങ്ങൾ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതെ, തീർച്ചയായും. ശ്രീ പീറ്റർ ജോർജ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇമ്പോർട്ടേഴ്സിന് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ബേസിക്കലി അമേരിക്കയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന നിരവധി പേരുണ്ട്. അത് പല മേഖലകളിൽ നിന്നുണ്ട്. രത്നാഭരണങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകാം, ടെക്സ്റ്റൈൽസ് ഇമ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകാം, അതുപോലെ തന്നെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ബിസിനസ്സുകാർ അമേരിക്കയിൽ വന്ന് ബിസിനസ് ചെയ്യുന്നവരുണ്ടാകാം, പിന്നെ മത്സ്യ സംസ്കരണ മേഖല, ഇങ്ങനെയൊക്കെ തുകല്, കയർ ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ പല മേഖലകളിൽ നിന്നും അങ്ങോട്ടേക്ക് ഇറക്കുമതി വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി അവിടെ വരുമ്പോൾ ഇറക്കുമതി വരുന്നുണ്ട്. അപ്പോൾ ഈ ഇമ്പോർട്ടേഴ്സിന്റെ അടിസ്ഥാനപരമായ ചില ആശങ്കകൾ ഉണ്ടാകുമല്ലോ അവിടെ, അതെന്തൊക്കെയാണ്? മെയിൻ പറഞ്ഞത് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഈ ക്യാഷ് ഫ്ലോ ആണ് ബിഗസ്റ്റ് പ്രോബ്ലം. ഇപ്പൊ ഒരു ഇമ്പോർട്ട് ഷിപ്മെന്റ് വരുമ്പോൾ നമ്മളൊരു ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 10th ഡേ
ഡ്യൂട്ടി കസ്റ്റംസിന് കൊടുക്കണം. ക്യാഷ് ഫ്ലോ ആണ് എല്ലാ ഇമ്പോർട്ടേഴ്സിനും വന്നേക്കുന്ന മെയിൻ പ്രോബ്ലം. ഇപ്പൊ ഇന്ത്യൻ പ്രോഡക്ട്സ് അല്ലാതെ പല ഇന്ത്യൻ പ്രോഡക്ട്സ് പല ഇവിടുത്തെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ റോ മെറ്റീരിയൽ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ടെർമറിക് പൗഡേഴ്സ്, പിന്നെ പല എസൻസിന്റെയും എക്സ്ട്രാക്ട്സ്, ഇതെല്ലാം ഹൈ വാല്യൂ കാർഗോയാ. ഒരു കണ്ടെയ്നർ, ഒരു 40 ഫീറ്റ് കണ്ടെയ്നറിന്റെ കാർഗോ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് $400,000. അപ്പോൾ $400,000 50% ഡ്യൂട്ടി എന്ന് പറയുമ്പം $200,000 ഇമ്മീഡിയറ്റ്ലി കൊടുക്കണം വിത്തിൻ 9 days. സോ ക്യാഷ് ഫ്ലോ ഇസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. പിന്നെ കണ്ടമാനം കാർഗോ ഇപ്പം കസ്റ്റംസ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പലരും ഈ ഡ്യൂട്ടി ഒരു കൺട്രിയിൽ നിന്ന് കൂടുമ്പോൾ, പണ്ട് ചൈനയിൽ ഇപ്പോഴും 35 തന്നെയാ, പക്ഷെ ചൈനയിൽ 35 ആവുമ്പം പ്രോഡക്ട്സ്, ചൈനീസ് പ്രോഡക്റ്റ് അവർ ഇന്ത്യയെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ തായ്വാനിൽ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ വിയറ്റ്നാമിൽ കൊണ്ടുവന്നിട്ട് മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്ന് പറഞ്ഞാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വിടുന്നത്. കാരണം അവിടെ നിന്നാകുമ്പോൾ ഡ്യൂട്ടി കുറവാണ്. അപ്പം പല പ്രോഡക്ട്സും ഇപ്പൊ കസ്റ്റംസ് ഇൻസ്പെക്ഷന് പോകുന്നുണ്ട്. കണ്ടെയ്നർ വരുമ്പം ദേ ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ ഇൻസ്പെക്ഷൻ. അതിൻ്റെ അകത്ത് എൻഗ്രേവ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇന്ത്യയിൽ നിന്ന് കാണുന്നു, അത് വരാൻ പോവുക ഇപ്പം. ബിക്കോസ് ഇന്ത്യയിൽ 50% ഇട്ട് കഴിയുമ്പം ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സും പലരും ചെയ്യാൻ പോകുന്നത് ദേ വിൽ ഷിപ്പ് ഇറ്റ് ടു ആൻ അമേരിക്കൻ ഫ്രണ്ട്ലി കൺട്രി. ഇപ്പൊ ഇന്ത്യയുടെ ചുറ്റും കിടക്കുന്ന കൺട്രീസിനെല്ലാം 19% ഉള്ളൂ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇവർക്കെല്ലാം 19% ഉള്ളൂ. അപ്പം നമ്മുടെ ആൾക്കാർ, അപ്പം അത് ഇവിടെ കസ്റ്റംസ് പാകിസ്ഥാനിൽ നിന്ന് ഒരു സാധനം വരുമ്പം, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് ഒരു സാധനം വരുമ്പം, ദേ വിൽ ടേക്ക് ഇറ്റ് ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് മേക്ക് ഷുവർ ഇറ്റ് ഇസ് നോട്ട് കമ്മിങ് ഔട്ട് ഓഫ് ഇന്ത്യ. അങ്ങനെ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇമ്പോർട്ടിന് പെനാൽറ്റിയും കിട്ടും, ഈ പറയുന്ന 50% അടയ്ക്കുകയും വേണം. അത് മാത്രമല്ല, കസ്റ്റംസ് ഇൻസ്പെക്ഷൻ ഇവിടെ ഒരു കണ്ടെയ്നർ പോയി കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ്സ് ഗോയിങ് ഫോർ എൻ ഇന്റൻസീവ് എക്സാം, അത് ഇറ്റ്സ് ലൈക്ക് ഹോറിബിൾ. ഒരു $10,000 അങ്ങനെ തന്നെ മാറിക്കിട്ടും. കാരണം കസ്റ്റംസ് ഇവിടെ ദേ യൂസ് തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻ ഏരിയാസ്, ലൊക്കേഷൻസ്. അവര് അത് ഇന്റൻസീവ് എക്സാമിന് പോയാൽ ഇറ്റ്സ് എ പെയിൻ. ആൻഡ് അത്രയും ദിവസത്തെ പോർട്ട് സ്റ്റോറേജ്, ഡെമറേജ്, ചാസി ഫീ, ഇതെല്ലാം കൊടുക്കണം. സോ ഇതൊക്കെയാണ് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഇമ്പോർട്ടേഴ്സ് ഫേസ് ചെയ്യാൻ പോകുന്ന ബിഗ് പ്രോബ്ലം. അതൊന്ന് ക്യാഷ് ഫ്ലോ, പിന്നെ കസ്റ്റംസ് ഇൻസ്പെക്ഷൻ, അതെ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ നിയമവിരുദ്ധമായ രീതിയിൽ കയറ്റുമതി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ ഈ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കില്ല എന്ന് പറയുമ്പം ഒട്ടകത്തിന് കടക്കാൻ പാകത്തിൽ സൂചിക്കുഴ വലുതാക്കി കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ, നിയമവിരുദ്ധമായ പല രീതികളും ചിലപ്പോൾ ഇതുപോലെ കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും ഒക്കെ സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്, ഇങ്ങനെയുള്ള ചില ഡ്രാക്കോണിയൻ നിയമങ്ങൾ വരുമ്പോൾ എന്ന് പറയുന്നവരുമുണ്ട്. ശ്രീ സണ്ണി വാളിപ്ലാക്കൽ, ഇപ്പോൾ നമ്മൾ ഒരു വളരെ സൗഹൃദത്തിലിരുന്ന രണ്ട് രാജ്യങ്ങൾ, വളരെ പെട്ടെന്നാണ് ആ ഒരു സൗഹൃദത്തിനൊരു മാറ്റമുണ്ടായത്. നമുക്കറിയാം, ഇലോൺ മസ്കും ട്രംപും തമ്മിലുള്ള ആ ഒരു സൗഹൃദം പോലെ വളരെ ഒരു ഷോർട്ട് ടേം ആയിരുന്നു. ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞപ്പോൾ തന്നെ ആ സൗഹൃദത്തിനൊരു അവസാനമായി എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയുമായും ഇപ്പോൾ ആ ഒരു ബന്ധം വഷളായി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ധാരണയിലെത്താം എന്ന രീതിയിലേക്ക് വരുന്നില്ല. ഈ പറയുന്ന ചില ഡേറ്റുകളുണ്ടല്ലോ, സെപ്റ്റംബർ 17, ഒക്ടോബർ 15, ഈ ഒരു തീയതികൾക്കൊക്കെ മുൻപ് ഇതിനൊരു പരിഹാരം, ഒരു സമവായം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണ് ഇതിൻ്റെ പല പല പൊളിറ്റിക്കൽ ഇഷ്യൂസ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ റഷ്യയിൽ നിന്ന് ഓയിൽ ഒന്നും അല്ല ഇതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ. ഇതിപ്പോൾ അതിനു മുമ്പ് തന്നെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പം മീഡിയയിലൊക്കെ നിങ്ങളെല്ലാവരും, നമ്മൾ പത്രദ്വാര അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ TV ചാനൽ അങ്ങനെയുള്ളതുകളെല്ലാം ഇത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഇവർ ചെയ്യുന്നത്? ഇപ്പം യൂറോപ്യൻ യൂണിയനും അമേരിക്കയൊക്കെ ഉൾപ്പെടെ ഈ വക സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൈനയാണ് ഇന്ത്യയെക്കാളും കൂടുതൽ ഓയിൽ ഉപയോഗിക്കുന്ന രാജ്യം. അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എന്തോ ഒരു പർക്കട മുഷ്ടി ഇവിടുത്തെ ഭരണാധികാരിക്കുണ്ട് എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടുത്തെ നമ്മളെ പോലെയുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ച് നമുക്കുള്ള പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ നിന്ന് ഇപ്പം ടോട്ടൽ 50% ഈ ടാരിഫ് വന്നു കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് വരുന്ന സാധനം 35 ആവുന്നുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു മാർക്കറ്റ് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ പ്രായോഗിക ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പം ഈ എല്ലാ അൺസർട്ടനിറ്റി ആയതുകൊണ്ട്
ഇപ്പം ക്രെഡിറ്റിൻ്റെ ഇഷ്യൂ, ഇപ്പം ക്രെഡിറ്റ് തരാമെന്ന് പറഞ്ഞ കമ്പനി, ഇപ്പം ഞാനിപ്പം കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യയിൽ നിന്നൊരു കമ്പനിയിൽ നിന്ന് അവർ ആ 60 ഡേയ്സ് ക്രെഡിറ്റ് എനിക്ക് തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇമെയിൽ വന്നു, ഇപ്പം അൺസർട്ടനിറ്റി ആയതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് തരാൻ പറ്റിയല്ല, തൽക്കാലം ഞങ്ങൾ ക്രെഡിറ്റ് ഹോൾഡ് ചെയ്യുമെന്ന്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നേരത്തെ വർഗീസ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പീറ്റർ പറഞ്ഞതുപോലെ നമുക്ക് അപ്ഫ്രണ്ട് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ഇൻക്രിമെൻറ്റ് വരുവാണ്. അത് മാത്രമല്ല ഇവിടെ നമ്മളിവിടെ 30 ഡേയ്സ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ക്രെഡിറ്റ്, ഈ സാധനം നമ്മൾ അപ്ഫ്രണ്ട് പൈസ ഇന്ത്യയിൽ കൊടുത്ത് ഈ സാധനം മാർക്കറ്റിൽ കൊടുത്ത് ഇവിടെ സ്റ്റോർ ചെയ്ത് നമ്മൾ ഈ സാധനം ഇവിടെ കൊടുത്ത് അതിനുള്ള വെയർ ഹൗസിങ്, അതിനുള്ള ഡെലിവറി ചാർജ്, ഓവർഹെഡ് ഒത്തിരിയുണ്ട്. ഇതെല്ലാം കൊടുത്ത് നമ്മൾ കസ്റ്റമറിന് സാധനം ഡെലിവറി കൊടുത്ത് അവരത് 30 ദിവസം കഴിഞ്ഞ് തരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മുടെ 90 ഡേയ്സിലാണ് നമ്മുടെ ആ പൈസ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ആ 90 ഡേയ്സ് നമ്മൾ റിക്കവർ ചെയ്യുമ്പോൾ അതിന് കൂട്ടത്തിൽ ഈ 50% താരിഫ് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബിസിനസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, മാത്രമല്ല അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പ്രശ്നം അമേരിക്കയിലുള്ള എല്ലാ ഇമ്പോർട്ടേഴ്സിനും ഉണ്ടാകും. പക്ഷേ അത് അമേരിക്കക്കാരോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടേഴ്സിനേക്കാൾ കൂടുതൽ ഇന്ത്യക്കാരായ മലയാളികളായ ഇമ്പോർട്ടേഴ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ വരുത്താൻ പറ്റുന്നത് നമ്മളുടെ അതർ എൻഡിലിരിക്കുന്ന ആളിനെ കൂടുതൽ വിശ്വാസ്യതയോടുകൂടി എടുക്കാൻ പറ്റുന്ന വർഷങ്ങളായിട്ട് നമ്മൾ തുറന്നുകൊണ്ട് പോകുന്ന. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കും ഒരു നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്? പെട്ടെന്ന് ഒരു ഓൾട്ടർനേറ്റീവിലേക്ക് നമുക്ക് ചിന്തിക്കാൻ സ്വല്പ സമയമെടുക്കും. കാര്യം ഇപ്പം പറഞ്ഞ മാതിരി ഞങ്ങള് ഒമാനിൽ നിന്ന് സീ ഫുഡ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സീ ഫുഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അല്ലെ മലയാളികൾക്ക് കിട്ടുന്ന, സൗത്ത് ഇന്ത്യൻസിന് കിട്ടുന്ന എല്ലാ ഫിഷും അവിടെ അവൈലബിൾ അല്ല. ഈവൻ അവൈലബിൾ ആണെങ്കിൽ കുറച്ചൊക്കെ കിട്ടും. അതെല്ലാം അവിടെ പ്രോസസ്സിംഗ് സെന്റർ ഇല്ല നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ റെഡി ടു കുക്ക്. ആ ഒരു പ്രോസസ്സിംഗ് സെന്റർ അവിടെ ഇല്ല. അവർ ബൾക്കായിട്ട് പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ വരണമെങ്കിൽ അതിന് സമയമെടുക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്പൈസസ്, നമ്മൾ ഫോർ എക്സാമ്പിൾ ചില്ലി, കൊറിയാണ്ടർ, ഒരു സ്പൈസ് മിക്സ്, ചിക്കൻ മസാല, മട്ടൺ മസാല, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിന് വേറൊരു കൺട്രിയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. കുറച്ചു കാലത്തേക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു പ്രോഡക്റ്റ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത്. പിന്നെ റൈസിന് ഒരു അമേരിക്കയിൽ വേണമെങ്കിൽ ഇവിടെ തന്നെയുണ്ട്, റൈസ് ഉണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ അറിയുന്നില്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ റൈസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നാട് കൂടിയാണ് അമേരിക്ക. ഇവിടെ പാർബോൾ റൈസ് എന്നുള്ള റൈസ് ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ ജെ ആർ റൈസ് പോലെയുള്ളതാണ്. അപ്പം റൈസിന് ഭയങ്കരമായ വില കൂടുകയാണെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ മലയാളികളും, ഞാൻ ഗൾഫിൽ നിന്ന് വന്നതാണ്, അപ്പം ഗൾഫിൽ നമ്മൾ ഈ പാർബോൾഡ് അമേരിക്കൻ റൈസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരു സാധ്യത ഇവിടെ കാണുന്നത്, നമ്മുടെ ഇപ്പം കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടിൽ മട്ട റൈസ്, കുത്തരി ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അമേരിക്കൻ റൈസിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ മാറാം. പിന്നെ അല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസസിനൊന്നും പെട്ടെന്ന് ഇപ്പം ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ടഫ്, ദാറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. എങ്കിൽ ഈ നമ്മുടെ മെക്സിക്കോയിൽ നിന്ന് ഈ കൊറിയാണ്ടറും ഉണ്ട്, നമ്മുടെ ചില്ലി പൗഡർ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ടേസ്റ്റും അതിന്റെ ടെക്സ്ചറും എല്ലാം ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്കത് പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ ഒന്നാമത്തെ കാര്യം അതിന്റെ എരിവിന്റെ കാര്യത്തിൽ, അതുപോലെ അതിന്റെ പൗഡറിന്റെ കാര്യത്തിൽ എല്ലാം പല പല വ്യത്യാസങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ഇപ്പം ദി ലോങ് ടൈം എന്ന് പറയുന്നത് ഈ മണി ഫ്ലോ ആണ് വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ലോങ് ടൈമിലേക്ക് ഇത് എങ്ങനെ പോകുന്നുള്ളതിനെ പറ്റി ഇപ്പം ആർക്കും ഒരു പിടുത്തമില്ല. ഇത് ഏത് ലെവലിലേക്കാണ്. ഞങ്ങളുടെ ഇവിടെയും ധാരാളം ഇമ്പോർട്ടേഴ്സ് ഉണ്ട്. ഇവിടെ ഹീസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ട് ഹബ്ബാണ് ഇന്ത്യൻ പ്രൊഡക്ട്സിന്റെ. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പം മാക്സിമം ഇപ്പം ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം വരും പ്രതീക്ഷിച്ചുകൊണ്ട് കുറെ അധികം ഷിപ്മെന്റ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം മാർക്കറ്റിൽ അത് ഒരു പെട്ടെന്ന് തന്നെ അവർ ഷിപ്പ് ചെയ്യുന്നുണ്ട്. ഈ 25%, 50% വരുന്നതിന് മുമ്പ് നല്ലപോലെ ഒരു ഷിപ്മെന്റ് ഇന്ത്യ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ള കാര്യങ്ങളെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. ഇപ്പം പറഞ്ഞതുമാതിരി ഇവിടെ എനിക്കൊരു ശരിയായിട്ട് അതിനൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല. അതിനൊരു
അതെ, എല്ലാവർക്കും ആശങ്കകളുണ്ട്. അമേരിക്കയിലുള്ളവർക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ളവർക്ക് മാത്രമല്ല, ലോകമെമ്പാടും മൊത്തത്തിലൊരു അനിശ്ചിതത്വം കഴിഞ്ഞ ജനുവരി 20 തൊട്ട് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ ആശങ്കകളുടെ ആ ഒരു കൂരിരുട്ടിനിടയിലും ഒരു പ്രതീക്ഷയുടെ വെള്ളിവെളിച്ചം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയോടുകൂടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പീറ്റർ ജോർജ്, ശ്രീ സണ്ണി വാളിപ്ലാക്കൽ ആൻഡ് ശ്രീ വർഗീസ് കുര്യൻ. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ലോകമെന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ വില്ലേജാണ്. പരസ്പരം വളരെ സഹകരണത്തോടുകൂടി ജീവിക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടമായി ലോകം മാറിയിട്ട് അധിക കാലമായില്ല. എന്നാൽ കോവിഡ് വന്നപ്പോൾ നമ്മൾ ഒരിക്കലും നേരിടാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു. ഒരു മഹാമാരിയായിട്ടാണ് അതിനെ കണക്കാക്കിയത്. ആദ്യം നമ്മളൊന്ന് പകച്ചു, പിന്നീട് ഇത് കോവിഡാണ്, ഇതിനെ നേരിടാൻ സാധിക്കുമെന്ന് ലോകം തെളിയിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ട്രംപിൻ്റെ ചില നയങ്ങളും. കോവിഡ് പോലെ നനച്ചിരിക്കാത്ത നേരത്ത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചില നയങ്ങൾ. ഇതെങ്ങനെ സമ്പദ് വ്യവസ്ഥകളെ ബാധിക്കും എന്ന് പ്രവചിക്കാനാവാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ പലതും അതിജീവിച്ച മാനവരാശി, വിവിധ രാജ്യങ്ങൾ ഇതൊക്കെ അതിജീവിക്കും. വീണ്ടും ആ ആഗോള കുടക്കീഴിൽ നമ്മളെല്ലാവരും സഹകരണത്തോടെയും സമവായത്തോടെയും ജീവിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.